പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ അഖണ്ഡ ആരാധനയുടെ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ കുർബാന തകർച്ചകളുടെ നടുവിൽ നമുക്ക് ശക്തമായ ശക്തി കേന്ദ്രമാണ് എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തകർച്ചകൾ നേരിടുമ്പോൾ എവിടെയാണ് ആശ്രയം വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയിലാണ്. ഇതിന് ഉദാഹരണമാകുന്ന സംഭവമാണ് നടപടി പുസ്തകത്തിന്റെ 27-ാമത്തെ അധ്യായം 34 മുതൽ 37 വരെയുള്ള തിരുവചനം. തടവുകാരായിട്ട് പൗലോസും കൂട്ടരും കപ്പൽ യാത്ര നടത്തുകയാണ്. അവിടെ വിചാരണ തടവുകാരായി അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കപ്പല് അപകടത്തിൽപ്പെടുന്നു. അത് തകർന്നു പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന തടവുകാരെല്ലാവരും സങ്കടത്തിലായി. കാരണം തങ്ങൾ തടവുകാരാണെങ്കിലും വിചാരണ തടവുകാരാണ്. കോടതി തങ്ങളെ വെറുതെ വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിചാരണ നേരിടാൻ വേണ്ടി അവർ പോകുമ്പോൾ കപ്പൽ തകർന്ന് തങ്ങൾ നശിച്ചു പോകുമോ എന്ന ഭയം അവരെ ഗ്രസിക്കുകയാണ്. അങ്ങനെ അവര് ഭയപ്പെട്ട് അവരുടെ ജീവിതത്തിൽ തകർച്ച നേരിടുമ്പോൾ അവർ സങ്കടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്ന രംഗമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക. ഇപ്പോൾ പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കരുത്, നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇതാ വലിയ ഒരു അത്ഭുതവും അടയാളവും പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആരുടെയും ഒരു തലമുടി നാരിഴ പോലും നശിച്ചു പോവുകയില്ല എന്നുള്ള ശക്തമായ ബോധ്യം അവരിലേക്ക് പകർന്നിട്ട് പൗലോസ് ശ്ലീഹ ഒരപ്പം എടുത്ത് അത് മുറിച്ച് അവർക്ക് കൊടുത്തു. ദിവ്യകാരുണ്യത്തിന്റെ വിരുന്നുമേശ നമ്മളവിടെ കാണുകയാണ്. അപ്പം എടുത്ത് വാഴ്ത്തി കൃതജ്ഞത അർപ്പിച്ച് മുറിച്ച് ദൈവത്തിന്റെ നാമത്തിൽ അവർക്ക് പങ്കുവെച്ചു കൊടുത്തു. പൗലോസ് അത് ഭക്ഷിച്ചു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭക്ഷിക്കുന്ന രംഗമാണ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുക. അപ്പൊ അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവർക്കെല്ലാവർക്കും ഉന്മേഷമുണ്ടായി. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ തകർച്ചകളിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഉന്മേഷം നഷ്ടപ്പെട്ടവരായി നമ്മളായിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന നമുക്ക് ഉന്മേഷം നൽകുന്ന കൂദാശയാണ്, ഉണർവ് നൽകുന്ന കൂദാശയാണ്. ഇനി എന്തിനു ഞാൻ ജീവിക്കണം, ഇനി എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് നിരാശപ്പെട്ട് ചോദിക്കുന്നതിന് പകരം കുർബാനയിലേക്ക് നോക്കുക. ജീവിതത്തിന്റെ തകർച്ചകളിൽ വിശുദ്ധ കുർബാന നമുക്ക് ശക്തി പകരുന്ന സങ്കേതമാണ്. ദിവ്യകാരുണ്യത്തിന്റെ ഈ തിരുസാന്നിധ്യത്തിന്റെ മുമ്പിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ തകർച്ചകളെല്ലാം തമ്പുരാന്റെ കാഴ്ചവെളിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണവണങ്ങിടാം, ആശ്രയിച്ചിടാം.